ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഫൗണ്ടേഷനും കൺസീലറും ഒന്നുമില്ലാതെ സിമ്പിളായിട്ടൊരു മോയ്സ്ചറൈസർ വെച്ചിട്ട് എങ്ങനെയാണ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാദീര മോയ്സ്ചറൈസർ വെച്ചിട്ട് എൻ്റെ മുഖത്ത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ മോർണിംഗ് ആണ് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സൺസ്ക്രീനും കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ആ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. സ്കിൻ കെയർ നല്ല രീതിയിൽ ചെയ്യാം. അതിനുശേഷം നമ്മുടെ മുഖം നല്ലോണം ഹൈഡ്രേറ്റഡ് ആവുക. ഇപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു ചെറിയൊരു രീതിയിൽ തെളിച്ചം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതാണ് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മുഖം നല്ല രീതിയിലിരിക്കും. ഇനി അതിന് ശേഷം ഞാൻ എൻ്റെ കണ്ണിൽ പണിയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പഴയ ഒരു മസ്കാരയുടെ ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഐബ്രോൻ്റെ ആ കോർണറിൽ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഐബ്രോ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ വേറെ ഫില്ലറൊന്നുമില്ല. ഐബ്രോ പെൻസിലോ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറ്. ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കിത് പിള്ളേച്ചൻ്റെ പോലെയാണ് തോന്നുന്നതെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഇനി ഇത് അടുത്തത് ഞാൻ ഐലൈനർ വെച്ചിട്ട് ഇത് ഡാസ്ലറിൻ്റെ ഇത് കഴിയാറായി. പക്ഷേ ഉള്ളത് വെച്ച് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ എഴുതി കൊടുക്കുന്നുണ്ട് ഉള്ളത് വെച്ചിട്ട്. പിന്നെ അതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക്നെസ് ഇല്ലാത്തത്. പിന്നെ എനിക്ക് ഒരുപാട് ഡാർക്കായിട്ട് കണ്ണെഴുതുന്നത് ഇഷ്ടമല്ല കേട്ടോ. വളരെ ലൈറ്റായിട്ട് എഴുതാനാണ് എനിക്കിഷ്ടം. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ചിലവർ നന്നായി എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കണ്ണ് എനിക്ക് ഒരുപാട് എഴുതി കഴിഞ്ഞാൽ കണ്ണ് അവിടെ ഇവിടെയൊക്കെ ആയി വൃത്തികേടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ട് എഴുതുള്ളൂ. പിന്നെ നമ്മൾ ഐലൈനർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ കോർണറിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൊന്ന് വിടർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എനിക്ക് ഏതോ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടിയ അറിവാണ്. അത് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നല്ല, നമുക്ക് പലരിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കണ്ടോ, കണ്ണിൻ്റെ കോർണറിൽ എഴുതുമ്പോൾ നല്ല വ്യത്യാസം വരും. നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ടാവും. രണ്ട് കണ്ണും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ പറ്റുന്ന ഒരു കാര്യം, ഒരു കണ്ണിൻ്റെ പോലെയല്ല മറ്റേ കണ്ണിരിക്കുക എന്നുള്ളതാണ്. അത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഈ കണ്ണിൽ എഴുതി കൊടുത്തു, ഈ കണ്ണിൽ എഴുതി കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റായി. ഇത് LA80യുടെ ബ്രൗൺ ജിഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. 100 രൂപയാണ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ വില. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. വളരെ ഈ ന്യൂഡ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഷെയ്ഡാണ്. കണ്ടോ, എൻ്റെ ചുണ്ടിലിട്ട പോലെയൊന്നും അങ്ങനെ തോന്നുകയില്ല കുറച്ച് നേരം കഴിഞ്ഞാൽ. പിന്നെ ഇത് സ്മഡ്ജ് പ്രൂഫ് ഒന്നല്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു റേഞ്ചിൽ നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്, ന്യൂഡ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട്? ഇഷ്ടമുണ്ടോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.